Hello my dear students, എല്ലാവർക്കും CMA Intermediate Financial Accounting ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഏതൊരു സബ്ജക്റ്റിന് പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് നമ്മൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലെ നിങ്ങളുടെ സിലബസിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. അപ്പോൾ മെയിൻ ആയിട്ടൊരു 6 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് അക്കൗണ്ടിംഗ് ഫണ്ടമെന്റൽസ് ആണ്. നിങ്ങളുടെ എക്സാമിന്റെ 15% ക്വസ്റ്റ്യൻസും വരുന്നത് ഈ ഒരു അക്കൗണ്ടിംഗ് ഫണ്ടമെന്റൽസിൽ നിന്നായിരിക്കും. അതായത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് കവർ ചെയ്യുന്ന ഏരിയാസ് ആണത്. അപ്പോൾ കുറേ പേർക്കൊക്കെ മേ ബി അക്കൗണ്ടിങ് ബേസ് ഇല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. മേ ബി നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടും ഫൗണ്ടേഷന് പഠിച്ചിട്ടും സ്റ്റിൽ അക്കൗണ്ടിങ് ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മൾ ഈ ഒരു ബാക്കി പോർഷൻസിലേക്ക് പോകുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഈ ബേസ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ലെവലിൽ നിന്ന് തന്നെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ആണിത്. അക്കൗണ്ടിങ്ങിന്റെ തിയററ്റിക്കൽ ടേംസും അതുപോലെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അതുപോലെ നമ്മുടെ ജേർണലും ലെഡ്ജറും ട്രയൽ ബാലൻസും ഡിപ്രിസിയേഷന്റെ കാര്യങ്ങളും മറ്റ് പ്രൊവിഷൻസ് അങ്ങനെയുള്ള അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് മൊഡ്യൂൾ അക്കൗണ്ടിങ് ഫണ്ടമെന്റൽസിൽ ഡിസ്കസ് ചെയ്യുക. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ്. ഇതിൽ നിന്നായിരിക്കും 10% മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരിക. ഇതിൽ തന്നെ നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്: ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെന്റ്, അതുപോലെ ജോയിന്റ് വെഞ്ചർ. ദെൻ നെക്സ്റ്റ് തേർഡ് മൊഡ്യൂൾ വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 20% മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ ആണിത്. ഈ ഒരു പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ട്സ് പഠിക്കാനായിട്ടുണ്ടാകും. അതുപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കാനായിട്ടുണ്ട്. അതുപോലെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരാം. ദെൻ നെക്സ്റ്റ് വരുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിംഗ് ആണ്. പാർട്ട്ണർഷിപ്പിന്റെ അഡ്മിഷൻ മുതൽ അഡ്മിഷൻ, ഡെത്ത്, റിട്ടയർമെന്റ് തുടങ്ങിയ വേരിയസ് സെക്ഷൻസ് അതിന്റെ അക്കൗണ്ടിങ് നമുക്ക് ഈ ഒരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുണ്ട്. 20% മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണിത്. ദെൻ നെക്സ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ലീസ്, ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് ആണ്. ഇതിൽ 15% മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. ലീസ് അക്കൗണ്ടിംഗ്, ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ്, അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ലോസ് ഓഫ് പ്രോഫിറ്റ്, ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് സെയിൽസ് ട്രാൻസാക്ഷൻ എന്നിങ്ങനെ 4 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഇനി ലാസ്റ്റ് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. 20% മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു ലാസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ മൊഡ്യൂൾസ് ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മെജോറിറ്റി പ്രോബ്ലംസും കവർ ചെയ്ത് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ട് മാത്രം പോകരുത്. ഓരോ ടോപ്പിക്സും കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എല്ലാ പ്രോബ്ലംസും പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രാക്ടീസ് ജസ്റ്റ് റീഡ് ചെയ്ത് പോകരുത്, വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് കണ്ടു പോകരുത്. ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് വെച്ച് സ്വയം ചെയ്ത് നോക്കുക, മിസ്റ്റേക്സ് മനസ്സിലാക്കുക, ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോ റിപ്പീറ്റ് വന്ന് കാണുക. ദെൻ എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ നമ്മുടെ അടുത്ത് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും പ്രോപ്പറായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൻ്റെ അടുത്തും തന്നെ ക്യൂസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു 25 മാർക്സിൻ്റെ MCQ സെക്ഷൻസ് ഉണ്ട്. സോ അതും പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. അതുപോലെ നിങ്ങൾക്ക് നോട്ട്സും ഈ വീഡിയോസിൻ്റെ താഴെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ നമുക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പോകാം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഈ ഒരു എക്സാമിൻ്റെ ഫോർമാറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ 2022 എക്സാമിൻ്റെ പാറ്റേൺ വെച്ചിട്ട് ഓഫ്ലൈൻ എക്സാം ആയിരുന്നു. 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 3 hours ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ടൈം ഉണ്ടാവുക. നോർമലി ഈ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 2 സെക്ഷൻസ് ആണ് വരിക. സെക്ഷൻ എയും ഉണ്ട്, സെക്ഷൻ ബിയും ഉണ്ട്. സെക്ഷൻ എയിൽ 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫസ്റ്റത്തെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ MCQ ആയിരിക്കും. അതായത് 4 ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഒരു 5 മാർക്കിൻ്റെ മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വരെ 5 മാർക്കിൻ്റെ ട്രൂ ഓർ ഫോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ 5 മാർക്കിൻ്റെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ സെക്ഷൻ എയിൽ നിങ്ങൾക്ക് 25 മാർക്സിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇനി സെക്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 75 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് ആക്ച്വലി 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
7 ഓപ്ഷൻസ് ആണിത്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 7 ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ ചെയ്യേണ്ട. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 5 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും മാർക്ക് വരുന്നത് 15 മാർക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ABC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു 7 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻസ് എന്തായാലും തിയറി അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിരിക്കും. ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഇപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നിട്ട് അതിന്റെ ഷോർട്ട് നോട്ട്, അങ്ങനെ 4 ഓപ്ഷൻസ് തരും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന 3 കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാൻ പറയും, ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് പറയും. ഒരെണ്ണത്തിന് 5 മാർക്ക് വീതം. അങ്ങനെ ഒരു ക്വസ്റ്റിന് 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിന്റെ ഒരു ഓവറോൾ പാറ്റേണും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ എക്സാമിന്റെ സിലബസ് നോക്കി അതുപോലെ എക്സാം പാറ്റേണും നോക്കി ഇനി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് തൊട്ട് നെക്സ്റ്റ് വീഡിയോ മുതൽ പഠിച്ചു തുടങ്ങാം.